ശാന്തസുന്ദരമാം ഇന്നീ ദിവസത്തിൽ എല്ലാം പഴയതുപോലെ. ഗ്ലൂക്കോവിറ്റയും കഴിച്ച് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഒരു കൊറിയർ എടുക്കാനുണ്ടേ, ആരോ എനിക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. പക്ഷെ സൂര്യമാമൻ പോച്ചു വിടുമല്ലോ, ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുറകെ പോയിരുന്നപ്പോൾ ദാണ്ടിരിക്കണം നമ്മുടെ മാമൻ എങ്ങോ പോകുന്നുണ്ട്. വിയർത്ത് കുളിച്ച് നേരെ ഗിഫ്റ്റും വാങ്ങി മഠത്തിലേക്ക് വിടാൻ പോകുമ്പോഴാണ് ഞാൻ ഓർത്ത് ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ രാവിലെ. അതുകൊണ്ട് തന്നെ ഒരു നാരങ്ങ വെള്ളവും ഒരു ചെറിയ പഴവും അങ്ങോട്ട് കാച്ചി വിശന്നിട്ടാണ് മുതലാളി. പിന്നെ പെട്ടെന്ന് തന്നെ ഓട്ടം പിടിച്ച് പോകണമെന്ന് വെച്ചാൽ ഒരു കാര്യം ഇരിക്ക്, ഇത് ട്രൈപ്പോഡോ സെൽഫി സ്റ്റിക്കോ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കൈകൊണ്ടാ. നമ്മൾ എന്താണല്ലേ, നമ്മളെ കാത്ത ഒരാളവിടെ നിപ്പുണ്ട്, നമ്മുടെ കല്യാണ ചെറുക്കനെ, 27 ചെറുക്കൻ്റെ കല്യാണം കേട്ടോ. 27 കല്യാണം, എല്ലാവരും വരണേ എന്ന് വിളിച്ചു, എല്ലാവരും വാ കേട്ടോ. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോയി. എൻ്റെ പൊന്നോ, വല്ല പാപ്പോ ആയിരിക്കണേ, അല്ലാതെ എനിക്കാരും വലിയ വില കൂടിയ ഗിഫ്റ്റ് തരാൻ, വല്ല മുട്ടായിയോ വല്ല ആയിരിക്കും. ഒരു വലിയതിൻ്റെ അകത്ത് ചെറുത്, കൊള്ളാലോ. ഇത് ക്രിയേറ്റീവ് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്കിത് അയച്ചു തന്നത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ, വളരെ മനോഹരമായിരിക്കുന്നു എൻ്റെ പഴയകാല ഫോട്ടോകൾ. ഇതൊക്കെ ഞാൻ എവിടെയോ മറന്നു വെച്ച ഫോട്ടോസാണ് കേട്ടാ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടാ, ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ തന്ന ക്രിയേറ്റ് ക്യാൻവാസിന് താങ്ക് യു. കപ്പയും തേങ്ങയും എന്നാൽ നമുക്ക് പാൽക്കപ്പ ഉണ്ടെങ്കിലോ, കമോൺ എവരിബഡി. അങ്ങനെ കപ്പ വെട്ടി അങ്ങോട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടി ഇട്ടു. അതിനുശേഷം ദേവിക്ക് ഒരു ചാർത്തങ്ങ് നടത്തി. ചാർത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദാണ്ടറാ കപ്പ വെന്തങ്ങോട്ടഞ്ഞ്. പിന്നെ അങ്ങോട്ട് അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ ശേഷം കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടു. അതിനുശേഷം കറിവേപ്പില അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ മസാലയോട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അല്പം സവാളയോ ചെറുള്ളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരട്ടി മൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച തേങ്ങാക്കൊത്തും മുളകും, അതായത് പച്ചമുളകാണ് കേട്ടോ, അതുകൂടെ കൂട്ടി അരച്ച പേസ്റ്റും ശകലം ജീരകവും ഇടാൻ കേട്ടോ. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന കപ്പയും കൂടി അങ്ങോട്ട് ഇട്ട് കൊത്തി അങ്ങോട്ട് ഇളകുക. നല്ല പണിയുള്ള പണിയാണ് സുഹൃത്തുക്കളെ. പണി മെനക്കെട്ടാൽ രുചിയായിട്ടുള്ള ഒരു ഐറ്റം കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ശുഭം. അങ്ങനെ നമ്മുടെ ഐറ്റം താണ്ട കുറുകുറ ശരി. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് വരാം. ടേസ്റ്റിങ് എന്നു വെച്ചാൽ വാവ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ, വളരെ നല്ല ടേസ്റ്റാണ്. കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പയ്യന്മാർക്കും കൊടുത്ത് കേട്ടോ. 27 കല്യാണത്തിന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം വീണ്ടും കണ്ടിട്ട്